പൈതൃകമുണ്ട്. നമ്മുടെ നാടിനൊരു സംസ്കാരമുണ്ടായിരുന്നു. ലോകം മുഴുവനും നമ്മുടെ മഹത്തായ കേരളത്തെ എപ്പോഴും പുകഴ്ത്തിക്കൊണ്ടിരുന്നു. കേരളത്തിൻ്റെ പ്രകൃതിയാണ് ലോകത്തെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചു കൊണ്ടിരുന്നത്. മഹത്തായ പ്രകൃതി എല്ലാവരും ഒരേ സ്വരത്തിൽ പറഞ്ഞു. ലോകം മുഴുവനും, ഇന്ത്യയുടെ മറ്റ് സംസ്ഥാനങ്ങളിലെ വിദ്യാസമ്പന്നരും അതേപോലെ ലോകത്തുള്ള എല്ലാവരും വിദഗ്ധരും, അതിനകത്ത് ശാസ്ത്രജ്ഞന്മാരുണ്ട്, അതേപോലെ തന്നെ ആരോഗ്യ വിദഗ്ധരുണ്ട്, എല്ലാവരും പ്രസിഡന്റുമാരും പ്രധാനമന്ത്രിമാരുണ്ട്. എല്ലാവരും ഒരേ സ്വരത്തിൽ പറഞ്ഞത് ദൈവത്തിൻ്റെ പ്രത്യേക അനുഭൂതിയുള്ള ദൈവത്തിൻ്റെ പ്രത്യേക പ്രൊട്ടക്ഷനുള്ള ഭൂമിയിലെ ഏക സ്ഥലം അത് കേരളമാണ്. കാരണം മറ്റുള്ള നാടുകളിൽ മഴ വന്നാൽ രൂക്ഷമായ മഴ, അതേപോലെ തണുപ്പ് വന്നാൽ നിയന്ത്രിക്കാനാവാത്ത തണുപ്പ്, ഇതാണ് മറ്റ് നാടുകളിൽ നമ്മൾ കണ്ടുവരുന്നതെങ്കിൽ കേരളം അങ്ങനെ അല്ലായിരുന്നു. കേരളത്തിൽ ഒരു തോർത്തുമുണ്ട് മാത്രം കൊണ്ട്, നമ്മളൊക്കെ ഉപയോഗിക്കുന്ന തോർത്ത് നമ്മളൊന്ന് ഓർത്ത് നോക്കുക, തോർത്തുമുണ്ട്. ആ തോർത്തുമുണ്ട് കൊണ്ട് നിയന്ത്രിക്കാൻ പറ്റുന്ന പ്രകൃതി, അതേ തോർത്തുമുണ്ടൊന്ന് ശരീരത്ത് വിരിച്ചിട്ടാൽ പ്രതിരോധിക്കാവുന്ന തണുപ്പ് മാത്രമേ കേരളത്തിൽ ഉണ്ടായിരുന്നുള്ളൂ. അതേ തോർത്തുമുണ്ട് കൊണ്ടൊന്ന് വീശിയാൽ പോകുന്ന ചൂട് മാത്രമേ കേരളത്തിൽ ഉണ്ടായിരുന്നുള്ളൂ. എൻ്റെ പ്രിയപ്പെട്ടവരെ, എന്നാൽ ഇന്ന് നമ്മുടെ നാടിൻ്റെ അവസ്ഥ എന്താ? നിങ്ങൾ ചിന്തിക്കണം, ഇന്ന് നമ്മുടെ നാടിൻ്റെ അവസ്ഥ എന്താ? ഇന്ന് ചൂട് വന്നാൽ ആ സൂര്യതാപമേറ്റ് ആളുകൾ പൊള്ളി നീറിച്ചാവുന്ന നാടായിട്ട് നമ്മുടെ കേരളം മാറിയില്ലേ? മഴ വന്നാൽ പിന്നീട് മാനത്തു മഴ കണ്ടാൽ ഇന്ന് കേരളീയർക്ക് ഭയമല്ലേ? എൻ്റെ പ്രിയപ്പെട്ടവരെ, എന്തുകൊണ്ട് ഈ കേരളത്തിന് ഇങ്ങനെ സംഭവിച്ചു? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നമ്മൾ ഒരുപാട് മാറിപ്പോയി. നമ്മൾ പാശ്ചാത്യ സംസ്കാരം നമ്മുടെ ജീവിതത്തിൽ, പ്രവൃത്തിയിൽ, നമ്മളെ മുടി ബാർബാർ ഷോപ്പിൽ പോയി മുടി വെട്ടുമ്പോൾ, അതേപോലെ നമ്മുടെ വാഹനങ്ങളിൽ, നമ്മുടെ യാത്രയിൽ, നമ്മുടെ കല്യാണങ്ങളിൽ, നമ്മുടെ ഭക്ഷണത്തിൽ എല്ലാം നമ്മൾ യൂറോപ്യരെയും പാശ്ചാത്യരെയും ഒക്കെ അനുകരിക്കാൻ തുടങ്ങിയപ്പോൾ ജഗദീശ്വരനായ ദൈവകോപം നമ്മളെ തേടിയെത്തി. ദൈവത്തിൻ്റെ തൃപ്തിയും പ്രീതിയുമൊക്കെ നമ്മുടെ നാട്ടിൽ നിന്ന് നീങ്ങിപ്പോയി. അതാണ് ഈ പ്രളയങ്ങൾ സൂചിപ്പിക്കുന്നത്, ഈ ഉരുൾപൊട്ടലുകൾ സൂചിപ്പിക്കുന്നത്, ഈ അപകടങ്ങൾ സൂചിപ്പിക്കുന്നത്, ഈ പകർച്ചവ്യാധികൾ സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് ഇതൊന്നുമില്ലാത്തൊരു കേരളത്തിനു വേണ്ടി നമുക്കൊക്കെ ദ്വാരക്കാം. കേരളം മഹത്തരമാണ്. കേരളം ഒരിക്കലും വർഗീയതയോട് സന്ധിയില്ലാ സമരം ചെയ്തുകൊണ്ട് വർഗീയതയെ പരാജയപ്പെടുത്തിയ നാട്, വർഗീയവാദികൾക്ക് കാശിൻ്റെ വില പോലും കൽപ്പിക്കാത്ത മഹത്തായ നാട്. ഇന്ന് ഉത്തരേന്ത്യയിലെ സംസ്ഥാനങ്ങൾ മുഴുവനും അവരൊക്കെ ഉറ്റുനോക്കുന്നത് കേരളത്തെയാണ്. കാരണം പഠിക്കൂ ജനങ്ങളെ, നിങ്ങൾ കേരളം കണ്ടു പഠിക്കൂ എന്ന് അവരൊക്കെ നമ്മുടെ കേരളത്തെ ചൂണ്ടിക്കാണിക്കുമ്പോൾ, എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒരിക്കലും നമ്മുടെ നാട് വർഗീയതയോട് സന്ധിയാവുകയില്ല. കാരണം ഇത് മഹാന്മാരുടെ നാടാണ്. മഹാന്മാരുടെ പാദസ്പർശനം കൊണ്ട് അനുഗ്രഹീതമായ നാട്. മഹാനായ കുഞ്ഞാലി മരക്കാരുടെ, വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയുടെ, മമ്പുറം തങ്ങളുടെ, ആലി മുസ്ലിയാരുടെ പാദസ്പർശനം കൊണ്ട് അനുഗ്രഹീതമായ നാട്. അതേപോലെ തന്നെ സാമൂഹിക പരിഷ്കർത്താക്കളായ മഹാനായ ശ്രീ നാരായണ ഗുരുദേവന്റെ പാദസ്പർശനം കൊണ്ട് അനുഗ്രഹീതമായ നാട്. മഹാത്മാ അയ്യങ്കാളിയുടെ, ചട്ടമ്പി സ്വാമികളുടെ, മന്നത്തു പത്മനാഭനെ പോലെയുള്ള ധീരന്മാരുടെ, അങ്ങനെ തുടങ്ങിയ മഹാന്മാരുടെ പാദസ്പർശനം കൊണ്ട് അനുഗ്രഹീതമായ നാട്. ഒരിക്കലും ഈ നാട്ടിൽ വർഗീയവാദികൾക്കോ ചാണകം പേറി നടക്കുന്ന ചാണകപ്പുഴുക്കൾക്കോ ഒരു വിലയും, കാൽക്കാശിൻ്റെ വില പോലും ഈ മഹത്തായ നാട് കൽപ്പിക്കുകയില്ല, ഇനിയും ഉണ്ടാവുകയില്ല. അതുകൊണ്ട്, കാരണം ഇവിടുത്തെ ഹിന്ദുവും ഇവിടുത്തെ മുസൽമാനും ഇവിടുത്തെ ക്രിസ്ത്യാനിയും ഒരമ്മയുടെ മക്കളെ പോലെ അറിഞ്ഞും കൊടുത്തും തോളോട് തോളൊരുമി ജീവിച്ച് ലോകത്തിൻ്റെ മുന്നിൽ ഇന്ത്യയുടെ മതേതരത്വം എന്താണെന്നും ഇന്ത്യയുടെ പാരമ്പര്യം എന്താണെന്നും ഇന്ത്യയുടെ പൈതൃകം എന്താണെന്നും ലോകത്തിൻ്റെ മുന്നിൽ കാണിച്ചു കൊടുത്ത ഇന്ത്യയിലെ ഒരേ ഒരു നാട്, അതാണ് എൻ്റെ കേരളം. അതുകൊണ്ട് ഇനിയും പ്രകൃതിക്ഷോഭങ്ങൾ നട്ടല്ലൊടിക്കാതെ ഈ കേരളത്തെ രക്ഷിക്കാൻ, ഈ കേരളത്തിൻ്റെ യഥാർത്ഥ തനിമയിലൂടെ നിലനിർത്താൻ ജഗദീശ്വരനായ അള്ളാഹുവിനോട്, ദൈവത്തിനോട് നമുക്ക് എല്ലാവർക്കും ഒരുമയോടെ, ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യാനിയും ഒരേ സ്വരത്തിൽ നമുക്ക് ജഗദീശ്വരനായ ദൈവം തമ്പുരാനോട് പ്രാർത്ഥിക്കാം. അള്ളാഹു മഹാമാരികളിൽ നിന്നും അതേപോലെ പ്രകൃതിക്ഷോഭ ദുരന്തങ്ങളിൽ നിന്നും അള്ളാഹു നമ്മളെ എല്ലാവരെയും കാത്തു രക്ഷിക്കട്ടെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. എൻ്റെ വിശ്വാസി സഹോദരങ്ങളോട് പറയുന്നു, ഹസ്ബുനല്ലാഹു വ നിഅമൽ വക്കീൽ, ഹസ്ബുനല്ലാഹു വ നിഅമൽ വക്കീൽ. നിങ്ങൾ ധാരാളം ചൊല്ലി അള്ളാഹുവിനോട് നിങ്ങൾ ദ്വാരക്കണം, നമ്മുടെ നാടിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.